ഹായ് എവരിവൺ. സോ കേരള മെഡിക്കൽ അലോട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് മക്കളെ വന്നിരിക്കുന്നത്. ഇന്നലെ രാത്രിയോടുകൂടി നമ്മുടെ കീമിന്റെ വെബ്സൈറ്റിൽ നിങ്ങളുടെ മെഡിക്കൽ അലൈഡ് കോഴ്സുകളായിട്ടുള്ള ഹോമിയോപ്പതി, സിദ്ധ, യുനാനി, ആയുർവേദ, അതേപോലെ ഫിഷറീസ്, ഫോറസ്ട്രി, അഗ്രികൾച്ചർ തുടങ്ങി നിരവധി കോഴ്സുകളുടെ ആദ്യ പ്രൊവിഷണൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അലോട്ട്മെന്റ് കാണാനായിട്ട് നിങ്ങൾ സിയുടെ വെബ്സൈറ്റിലേക്ക് കയറുക. അവിടെ കീം 2025 കാൻഡിഡേറ്റ് പോർട്ടൽ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ അലോട്ട്മെന്റ് ലിസ്റ്റ് എന്നുള്ള മെനു കാണും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രൊവിഷണൽ അലോട്ട്മെന്റ് കാണും. ഇത് തന്നെയാണ് ഫസ്റ്റ് അലോട്ട്മെന്റ് അല്ലെ, യാതൊരു വ്യത്യാസങ്ങളും ഉണ്ടായിരിക്കില്ല. എന്തെങ്കിലും പരാതി ഈ ഒരു അലോട്ട്മെന്റിന്മേൽ ഉണ്ടെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മണി വരെ 2 PM വരെയാണ് നിങ്ങൾക്ക് ആ പരാതികൾ അറിയിക്കാനുള്ള ആ ഒരു എൻട്രൻസ് കമ്മീഷണർ നിങ്ങളുടെ പരാതികൾ അറിയിക്കാനുള്ള അവസരം ഇന്ന് ഉച്ചയ്ക്ക് 2 മണി വരെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരത്തോടു കൂടിയോ 2 ഡേയ്സിനുള്ളിൽ തന്നെ ആദ്യ അലോട്ട്മെന്റ് വരും. ഇതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം കാണും? ഇല്ല, ഇത് തന്നെയാണ് ഫസ്റ്റ് അലോട്ട്മെന്റ്. പക്ഷേ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ, കോളേജിൽ പോയി ജോയിൻ ചെയ്യണമെങ്കിൽ ആദ്യ അലോട്ട്മെന്റ് ഒഫീഷ്യലി പബ്ലിഷ് ചെയ്തു എന്നുള്ള നോട്ടിഫിക്കേഷൻ കീമിന്റെ വെബ്സൈറ്റിൽ വരണം. എന്തെങ്കിലും പരാതി ഇതുമേലുണ്ടെങ്കിൽ മാത്രമാണ് ഒരു ചേഞ്ചും വരാൻ സാധ്യത തന്നെ ഇല്ല. 100% ഇത് തന്നെയാണ് നിങ്ങളുടെ ആദ്യ അലോട്ട്മെന്റ്. ഓക്കെ അല്ലേ? യെസ്. ഇനി നമുക്ക് ജസ്റ്റ് ഓരോ കോഴ്സും കിട്ടിയ ആളുകളെ ഒന്ന് നോക്കാം. എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കോഴ്സാണ് വെറ്റിനറി. അപ്പോൾ വെറ്റിനറിക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഗവൺമെന്റ് സെക്ടറിൽ ഓപ്പൺ കാറ്റഗറി തൃശ്ശൂർ കിട്ടിയിരിക്കുന്നത് 3367-നാണ്. ഇഴവയിൽ 3749-നും, മുസ്ലിമിൽ 3782-നും, എല്ലയിൽ 3689-നും, ധീവരയിൽ 9994-നും, VK വിശ്വകർമ്മയിൽ 4124-നും, ബാക്ക്വേർഡ് ഹിന്ദുവിൽ 6306-നും, ബാക്ക്വേർഡ് ക്രിസ്ത്യനിൽ 5109-നും, KN കാറ്റഗറിയിൽ 15833-നും, KUവിൽ 21977-നും, SCയിൽ 17679-നും, STയിൽ 29490-നും, ഇക്കണോമിക്കലി വീക്കർ സെഷനിൽ 4377-നും അഡ്മിഷൻ ലഭിച്ചു. അപ്പോൾ വളരെ ടൈറ്റ് ആണ് വെറ്റിനറി എന്ന് പറയുന്ന കോഴ്സ്. വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. ടോപ്പ് റാങ്കുകാർക്ക് മാത്രമാണ് കിട്ടുന്നത്. അവിടെ നമ്മൾ വയനാട് നോക്കുകയാണെങ്കിലും ഏകദേശം ഇതേ റാങ്ക് തന്നെയാണ്. 3760 ഓപ്പൺ കാറ്റഗറിയുടെ കട്ട് ഓഫ് വന്നിരിക്കുന്നത്. ഈഴവയിൽ 4700-ന് വരെ അഡ്മിഷൻ ലഭിച്ചു. മുസ്ലിമിൽ 4500-ന് വരെ അഡ്മിഷൻ ലഭിച്ചു. LA കാറ്റഗറിയിൽ 7347-നും, DVയിൽ 10328-നും, VKയിൽ 5176-നും, ബാക്ക്വേർഡ് ഹിന്ദുവിൽ 7764-നും, ബാക്ക്വേർഡ് ക്രിസ്ത്യനിൽ 6444-നും, KNൽ 16818-നും, KUവിൽ 26025-നും, SCയിൽ 18043-നും, STയിൽ 28836-നും, EWയിൽ 5347-നും വെറ്റിനറിക്ക് അങ്ങനെ ആദ്യ അലോട്ട്മെന്റിലൂടെ അഡ്മിഷൻ ലഭിച്ചിരിക്കുകയാണ്. യെസ്. ഇനി BSc ഓണേഴ്സ് അഗ്രികൾച്ചർ ആണ്. അഗ്രികൾച്ചർ ഒരുപാട് കുട്ടികൾ കമന്റ് ബോക്സിലൊക്കെ ചോദിക്കുന്നുണ്ട് അഗ്രികൾച്ചറിനെ കുറിച്ച്. യെസ്, അഗ്രികൾച്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ 7417 റാങ്കിന് വരെ അഗ്രികൾച്ചറിന് ഗവൺമെന്റ് സീറ്റ് ലഭിച്ചിട്ടുണ്ട് കേട്ടോ. വയനാട് അമ്പലവയലാണ് ഈ ഒരു റാങ്കിന് സീറ്റ് ലഭിച്ചിരിക്കുന്നത്, 7417. എന്നാൽ തൃശ്ശൂർ നമ്മൾ നോക്കുകയാണെങ്കിൽ 4774 റാങ്കിന് വരെയാണ് ആദ്യ അലോട്ട്മെന്റ് ലഭിച്ചത്. ഈഴവ കാറ്റഗറി നോക്കുകയാണെങ്കിൽ 9083-ക്ക് ഏകദേശം 10000 ക്ലോസ് വരെ ഗവൺമെന്റ് സീറ്റ് ലഭിച്ചിട്ടുണ്ട്. മുസ്ലിം കാറ്റഗറി നോക്കുകയാണെങ്കിൽ 8871 വരെ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. LA കാറ്റഗറിക്ക് 15280 വരെ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. 15,000-ന് വരെ കിട്ടിയിട്ടുണ്ട്. ധീവര കാറ്റഗറി നോക്കുകയാണെങ്കിൽ 12601-നും, VK കാറ്റഗറി 10050-നും, ബാക്ക്വേർഡ് ഹിന്ദു കാറ്റഗറി 10623-നും, BX കാറ്റഗറി 12820-നും, KN കാറ്റഗറി 20675-നും, KU കാറ്റഗറി 34505-നും ലഭിച്ചു. ഈ 34000 റാങ്കിന് കാസർഗോഡാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. SC കാറ്റഗറി നോക്കുകയാണെങ്കിൽ 20139 വരെ കിട്ടി. ST 31189 വരെ കിട്ടി. EW ഇക്കണോമിക്കലി വീക്കർ സെഷൻ 14016 വരെ കിട്ടിയിട്ടുണ്ട്. ആദ്യ അലോട്ട്മെന്റിൽ തന്നെ ഇവർക്കൊക്കെ ഗവൺമെന്റ് സീറ്റ് സെക്യൂർ ചെയ്യാനായിട്ട് സാധിച്ചു. ഇനി നമുക്ക് BTech ബയോടെക്നോളജി നോക്കാം. BTech ബയോടെക്നോളജിക്ക് ട്രിവാൻഡ്രം വെള്ളായനിയിലാണ് വരുന്നത് നമ്മുടെ കോളേജ് ഓഫ് അഗ്രികൾച്ചർ. ഓപ്പൺ കാറ്റഗറി 8233, ഈഴവ 9676, മുസ്ലിം കാറ്റഗറി 10165, LA 11118, ധീവര 14780, VK 10826, BH 12442, SC കാറ്റഗറി 21035, ST 32305,
ഇക്കണോമിക്കലി വീക്കർ സെഷൻ 13,497 ആദ്യ അലോട്ട്മെന്റ് വഴി കിട്ടിയിട്ടുണ്ട്. യെസ്, BSc ഓണേഴ്സ് കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് ആണ്. ഗവൺമെന്റ് സെക്ടറിൽ തൃശ്ശൂരാണ് നമ്മുടെ കോളേജ് വരുന്നത്. ഓപ്പൺ കാറ്റഗറി 13,896. എല്ലാ കാറ്റഗറി നോക്കുകയാണെങ്കിൽ ഏകദേശം 13,000, 14,000, 15,000 റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. അതിൽ DVക്ക് 22,639 ഗവൺമെന്റ് സീറ്റ് ലഭിച്ചു. SC 21,078, ST 32,561, EW 21,649 അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. BSc ഫിഷറീസ് നോക്കാം. BSc ഫിഷറീസിന് ആർക്കൊക്കെ അഡ്മിഷൻ ലഭിച്ചു? ഗവൺമെന്റ് സെക്ടറിൽ ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത് 11,736 കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ്, പയ്യന്നൂർ, കണ്ണൂരാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. ഈഴവയുടെ ക്ലോസിംഗ് റാങ്ക് 13,578, മുസ്ലിമിന്റെ ക്ലോസിംഗ് റാങ്ക് 12,967. LA കാറ്റഗറി 16,623, 17,005 DVയിൽ അഡ്മിഷൻ ലഭിച്ചു. 13,294 വിശ്വകർമ്മയിൽ അഡ്മിഷൻ ലഭിച്ചു. 13,237 ബാക്ക്വേർഡ് ഹിന്ദു, 21,381 SC കാറ്റഗറിയിലും, 33,504 STയിലും, 20,810 എക്കണോമിക്കലി വീക്കർ സെഷനിലും ഫിഷറീസ് കിട്ടിയിട്ടുണ്ട്. യെസ്, നെക്സ്റ്റ് വൺ BSc ഫോറസ്ട്രി ആണ്. ഫിഷറീസും ഫോറസ്ട്രിയും ഒക്കെ ഒരുപാട് കുട്ടികൾ ഒപ്റ്റ് ചെയ്യുന്ന കോഴ്സുകളാണ്. യെസ്, കോളേജ് ഓഫ് ഫോറസ്ട്രി വെള്ളാനിക്കര തൃശ്ശൂരാണ്. 9,966 ഓപ്പൺ കാറ്റഗറിയിൽ, ഏകദേശം 10,000 റാങ്കിനോട് അടുപ്പിച്ച് തന്നെ ഓപ്പൺ കാറ്റഗറിയിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. 10,544 ഈഴവ, 10,369 മുസ്ലിം കാറ്റഗറി. LA കാറ്റഗറി 15,809, DV 14,221, VK 11,065, BH 11,938, 20,464 SC, 30,238 ST, 17,297 EWനും അഡ്മിഷൻ ലഭിച്ചു. ഓക്കെ അല്ലേ? ദെൻ BSc ഓണേഴ്സ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവറോൺമെന്റൽ സയൻസ് ആണ്. യെസ്, ഓപ്പൺ കാറ്റഗറി 12,149 ഏകദേശം എല്ലാ കാറ്റഗറിയിലും അതെ ക്ലോസിംഗ് റാങ്ക് ആണ്. 13,000, 14,000, DV 17,000 ലഭിച്ചിട്ടുണ്ട്. VK 15,000, ബാക്ക്വേർഡ് ഹിന്ദു 14,522, SC 21,615, ST 32,081, ഇക്കണോമിക്കലി വീക്കർ സെഷൻ 22,829. യെസ്, ഇനി വരുന്നത് ഇതേപോലെ ഹോമിയോപ്പതി, സിദ്ധ, ആയുർവേദ, യുനാനി തുടങ്ങിയ കോഴ്സുകളാണ്. ഈ കോഴ്സുകളുടെ ഈ വർഷത്തെ ആദ്യ അലോട്ട്മെന്റിന്റെ ലാസ്റ്റ് റാങ്കും സെക്കൻഡ് അലോട്ട്മെന്റിന്റെ സാധ്യതകളും നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഒരുപാട് വിഭാഗം കുട്ടികൾ വെയിറ്റ് ചെയ്യുന്ന കുറച്ച് സ്ട്രീമുകളാണ്. അത് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. കാരണം സെക്കൻഡ് അലോട്ട്മെന്റിൽ ഇനി ആർക്കൊക്കെ കിട്ടാൻ പോസിബിലിറ്റി ഉണ്ടെന്ന് നമുക്കറിയണം. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ കുറേ കുട്ടികൾ എനിക്ക് കിട്ടുമോ, കിട്ടിയില്ലെങ്കിൽ ഞാൻ റിപ്പീറ്റിലേക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണോ, അടുത്ത വർഷത്തെ 2026-27 നീറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണോ, ആ ഒരു ഇതിൽ കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അലോട്ട്മെന്റ് ഇത്തവണ തന്നെ ഗവൺമെന്റ് സീറ്റ് കിട്ടുകയാണെങ്കിൽ ജോയിൻ ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യാനായിരിക്കും ആഗ്രഹിക്കുന്നത്. അവരുടെ സാധ്യതകളൊക്കെ നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ എനിവേ നിങ്ങൾ ലിസ്റ്റൊക്കെ ചെക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും കിട്ടട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്.